BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഉന്നാവ് ബലാത്സംഗ കേസ് പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. കേസിൽ സുപ്രീംകോടതി എതിർഭാഗത്തിന് നോട്ടീസ് നൽകി. 4 ആഴ്ചയ്ക്കകം മറുപടി പറയാനാണ് നിർദ്ദേശം. അതിജീവിതയും അമ്മയും കോടതിയിലെത്തിയിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക്. SIT ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. തിരുവനന്തപുരം ഇഞ്ചക്കൽ SIT ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് പ്രതിഷേധ മാർച്ച്. അന്വേഷണത്തിൽ മെല്ലെപ്പോക്കെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് D മണി പറഞ്ഞതായി വ്യവസായി മൊഴി നൽകി. ചാക്കിൽ കെട്ടിയ നിലയിൽ വസ്തുക്കൾ കാണിച്ചു. അമൂല്യ വസ്തുക്കൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും D മണി പറഞ്ഞതായി വ്യവസായി SITയെ അറിയിച്ചു. അമൂല്യ വസ്തുക്കൾക്ക് വില പറഞ്ഞ് ഉറപ്പിച്ചിരുന്നതായും വാങ്ങാൻ കഴിഞ്ഞില്ലെന്നുമാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. D മണിയുടെ D ഡയമണ്ട് അല്ലെന്നും ദാവൂദ് എന്നാണ് ലോഹ കച്ചവടക്കാർക്കിടയിൽ ഇയാളുടെ പേര്. ദാവൂദ് എന്നും വ്യവസായിയുടെ മൊഴി. വിദേശ വ്യവസായിയുടെ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. അതേസമയം പുരാവസ്തു കടത്ത് ആരോപണത്തിൽ തെളിവ് ലഭിച്ചാൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. D മണിക്ക് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. മണിക്ക് പുറമെ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്കും ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യുവാൻ കോടതിയിൽ SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. മറ്റത്തൂരിൽ കോൺഗ്രസ് BJP ഡീലുണ്ടായിരുന്നു. നേതാക്കൾ വീട്ടിലെത്തി. KR ഔസേപ്പ്. മറ്റത്തൂർ പഞ്ചായത്തിൽ വിമതനെ ഒപ്പം കൂട്ടുവാൻ കോൺഗ്രസ് ശ്രമിച്ചെന്ന് BJP സഖ്യമുണ്ടെന്ന് പറഞ്ഞാണെന്നും ആരോപണം. സഖ്യത്തിലേക്ക് കോൺഗ്രസ് വിമതനായ KR ഔസേപ്പിന്റെ പിന്തുണ തേടുവാൻ എത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ വീഡിയോ ആണ് LDF പുറത്തുവിട്ടത്. കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിമതനായി ജയിച്ച ഔസേപ്പിന്റെ പിന്തുണയോടെ ഭരണം പിടിക്കുവാനായിരുന്നു കോൺഗ്രസ് നീക്കം. 10-10 എന്ന നിലയിലെത്തിയാൽ എങ്ങനെ ഭരണം നേടാനാകുമെന്ന് ചോദിച്ചപ്പോൾ BJPയുമായി സഖ്യമുണ്ടെന്ന് PM ചന്ദ്രൻ പറഞ്ഞെന്നും ഔസേപ്പ്. താൻ സ്വതന്ത്രനായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കുടയാണ് ചിഹ്നമായി ലഭിച്ചത്. തനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ പ്രധാനി BJPക്കാരനായിരുന്നു. ന്യൂനപക്ഷങ്ങൾ പിന്തുണച്ചതുകൊണ്ടാണ് താൻ വാർഡിൽ വിജയിച്ചത്. ജയിച്ചപ്പോൾ 23-ാം തീയതി കോൺഗ്രസ് നേതാക്കൾ തന്റെ വീട്ടിൽ വന്നു. ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും ഔസേപ്പ് പറഞ്ഞു. കോഴിക്കോട് മയക്കുമരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതികൾ പിടിയിൽ. കോഴിക്കോട് മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതികൾ പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചത്. ഒരു പകൽ മുഴുവൻ ശാരീരിക ഉപദ്രവം നടത്തിയ ശേഷം പെൺകുട്ടിയെ 4000 രൂപ നൽകി ബീച്ചിൽ ഇറക്കി വിടുകയായിരുന്നു. ഈ മാസം 20-നാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതാകുന്നത്. ബസ്സിൽ യാത്ര ചെയ്ത് കോഴിക്കോട് ബീച്ചിലെത്തിയ പെൺകുട്ടിക്ക് താമസവും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ പ്രതികളായ യുവാക്കൾ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇവിടെ വെച്ച് മൂക്കിലൂടെ വലിക്കുവാൻ കഴിയുന്ന ലഹരി വസ്തുക്കൾ നൽകി പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. പുലർച്ചെ മുതൽ ഉച്ചവരെ ഉപദ്രവം തുടർന്നു. ഉച്ചയോടെ 4000 രൂപയും നൽകി പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ ഇറക്കി വിടുകയായിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തി വീട്ടിലെത്തിക്കുകയായിരുന്നു. കാസർഗോഡ് സ്വദേശികളായ 2 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൌൺസിലർമാർക്ക് ഇരിക്കുവാൻ ഒരു കൊച്ചുമുറിയെങ്കിലും വേണം. MLAമാർക്കുള്ളതാണ് MLA ക്വാർട്ടേഴ്സ്. ഞാൻ 8 കൊല്ലം ഇരുന്നതല്ലേ? K മുരളീധരൻ. MLA ഓഫീസ് വിവാദത്തിൽ പ്രതികരിച്ച K മുരളീധരൻ. ഞാനും MLA ആയിരുന്നു. ക്വാർട്ടേഴ്സിലെ മുറി ഉപയോഗിക്കേണ്ടത് MLA. വട്ടിയൂർക്കാവിൽ എല്ലാവരും എന്നെ കാണുവാൻ അവിടെ എത്തിയിരുന്നു. അത് പരിശോധിക്കേണ്ടത് സ്പീക്കർ. മുറി ഒഴിയണോ എന്നത് പ്രശാന്തിന്റെ ഇഷ്ടം. കൌൺസിലർമാർക്കും ഇരിക്കേണ്ടേ? ഞാൻ 8 കൊല്ലം ഇരുന്നതല്ലേ? കൌൺസിലർ MLA വിഷയത്തിൽ ഇടപെടാനില്ല. ആ തർക്കത്തിൽ ഇടപെടാൻ ഞാനില്ല. ഞാൻ ഇരുന്ന സമയത്ത് തർക്കമുണ്ടായിരുന്നില്ല. MLA ഹോസ്റ്റലിലെ മുറി എന്ത് ചെയ്യുന്നുവെന്നത് പരിശോധിക്കേണ്ടതാണ്. ഹോസ്റ്റലിൽ മുറിയുണ്ടെങ്കിൽ ശാസ്തമംഗലത്ത് ഇങ്ങനെയൊരു ഓഫീസിന്റെ ആവശ്യമില്ല. നമ്മുടെ ഓഫീസ് നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ വിവാദമുണ്ടാകില്ല. കൌൺസിലർമാർക്ക് ഇരിക്കുവാൻ ഒരു കൊച്ചുമുറിയെങ്കിലും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തലമുറ മാറ്റത്തിൽ K മുരളീധരൻ പ്രതികരിച്ചു. പുതിയ ആളുകൾ വരണം. കോർപ്പറേഷനിൽ ചെറുപ്പക്കാരിൽ മഹാഭൂരിപക്ഷവും ജയിച്ചു വന്നു. കുറെ കഴിയുമ്പോൾ എല്ലാവരും മാറും. പരിചയസമ്പന്നരായ പുതിയ ആളുകളും വേണം. മാനദണ്ഡം വിജയസാധ്യതയുമാകണമെന്നും മുരളീധരൻ ചോദിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും
അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 4ഇടത്ത് LDF-ന് ജയം, 2ഇടത്ത് UDF. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച സംസ്ഥാനത്തെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 6 പഞ്ചായത്തുകളിൽ 4ഇടത്ത് LDF-ന് പ്രസിഡന്റ് സ്ഥാനം. എരുമേലിയിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും പട്ടികവർഗാംഗമില്ലാത്തതിനാൽ UDF-ന് പ്രസിഡന്റ് പദവി നഷ്ടമായി. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDF നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. ഏറ്റവും വലിയ കക്ഷിയായ UDF അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് കോട്ടയം എരുമേലിയിൽ LDF സ്ഥാനാർത്ഥി അമ്പിളി വിജയിച്ചത്. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDF-ന്റെ ഡോക്ടർ CK സബിത നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി. LDF 9, UDF 9 വോട്ടുകൾ ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പ് നടന്നത്. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തിരുവാലി പഞ്ചായത്തിൽ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി സുമ തെരഞ്ഞെടുക്കപ്പെട്ടു. നെടുമുടിയിൽ LDF-ലെ PK വിനോദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ഫാത്തിമ ഷെരീഫ് വിജയിച്ചു. ആലപ്പുഴ വിയ്യപുരം പഞ്ചായത്തിൽ LDF-ലെ ഓമന അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം, ഇന്ത്യയുടെ ആശങ്കകൾ തള്ളി ബംഗ്ലാദേശ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ ആശങ്കകൾ തള്ളി ബംഗ്ലാദേശ്. ഇന്ത്യയുടേത് ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണമെന്ന് ചിത്രീകരിക്കുവാനുള്ള ശ്രമമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് SM മഹബൂബുൽ ആലം പറഞ്ഞു. ഇന്ത്യക്കാരുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഇൻക്വിലാബ് മഞ്ച് പാർട്ടി രംഗത്തെത്തി. ഇൻക്വിലാബ് മഞ്ച് പാർട്ടി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിലെ 2 യുവാക്കൾ കൊല്ലപ്പെട്ടതിൽ ആശങ്ക അറിയിച്ച ഇന്ത്യയുടെ പ്രതികരണത്തിനാണ് ബംഗ്ലാദേശിന്റെ മറുപടി. ഇന്ത്യയുടെ ആശങ്ക പ്രതിഫലിപ്പിക്കുന്നത് വസ്തുതകളെയല്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യയുടെ പ്രതികരണം കൃത്യമല്ലാത്തതും അതിശയോക്തിപരവുമാണെന്നും ബംഗ്ലാദേശിന് സാമുദായിക ഐക്യത്തിന്റെ ദീർഘകാല പാരമ്പര്യമുണ്ടെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് SM മഹബൂബുൽ ആലം പ്രതികരിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.